ജൂതവിരുദ്ധ നീക്കങ്ങൾക്കെതിരായ നടപടി കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച US നയതന്ത്ര പ്രതിനിധിയെ ഫ്രാൻസ് വിളിച്ചുവരുത്തി. നിലപാടിൽ പ്രതിഷേധം അറിയിക്കാനാണ് ഫ്രാൻസിന്റെ നടപടി. ജൂതവിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നയതന്ത്ര പ്രതിനിധി ഫ്രഞ്ച് പ്രസിഡന്റിന് കത്തയച്ചിരുന്നു. കത്തയച്ച ഫ്രാൻസിലെ US സ്ഥാനപതി ചാൾസ് ഷ്നറെയാണ് വിളിച്ചുവരുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, നേരത്തെ നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആ ഒരു വലിയ സംഭവമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നേരിട്ട് ഫ്രഞ്ച് ഫ്രഞ്ച് പ്രസിഡന്റിന് കത്തെഴുതിയിരുന്നു. അതായത് ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത് ജൂതവിരുദ്ധ നീക്കങ്ങൾക്കും ഇസ്ലാമിക റാഡിക്കലിസത്തിനും അനുകൂലമായ ചില നീക്കങ്ങളാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നീക്കങ്ങൾ അതിന് അനുകൂലമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ജൂതവിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഫ്രാൻസിൽ ഉണ്ടാകുന്നുവെന്ന കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയിരുന്നു. ഈ കത്തെഴുതിയതിന് പിന്നാലെ ഈ വിഷയം ലോകം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഫ്രാൻസിലെ തന്നെ സ്ഥാനപതി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാൾസ് കഷ്ണർ ഇത്തരമൊരു കത്തെഴുതുകയും ചെയ്തത്. അതായത് യഹൂദവിരുദ്ധ നീക്കങ്ങൾക്കെതിരായ നടപടികളൊന്നും കാര്യക്ഷമമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കത്തെഴുതിയത്. ഇത്തരത്തിൽ നയതന്ത്ര പ്രതിനിധി കത്തെഴുതുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഫ്രാൻസിന്റെ വിദേശകാര്യ മന്ത്രാലയം കർശനമായി പറയും. നമുക്കറിയാവുന്നതാണ്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.